DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 23 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഇരട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചിരുന്ന സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്തിയതോടെ വില 92,000-ൽ താഴെ എത്തി. ഇന്ന് പവന് 600 രൂപയാണ് കുറഞ്ഞത്. 91,720 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വില. ഗ്രാമിന് ആനുപാതികമായി 75 രൂപയാണ് കുറഞ്ഞത്. 11,465 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെ 2 തവണയായി 3,440 രൂപയാണ് കുറഞ്ഞത്. 3 ദിവസത്തിനിടെ 5,640 രൂപയാണ് കുറഞ്ഞത്. ഈ മാസം സ്വർണ്ണവിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ 3-നായിരുന്നു. 86,560 രൂപയായിരുന്നു അന്നത്തെ വില. അടുത്ത അറിയിപ്പ്, വെള്ള നീല റേഷൻ കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറ്റാൻ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി 28-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപേക്ഷ അക്ഷയ കേന്ദ്രം വഴിയോ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്നതിനായി അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 250 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ 4,618 കോടി രൂപയാണ് കാസ്പിനായി ലഭ്യമാക്കിയത്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ ദരിദ്രരും ദുർബലരുമായ 41.99 ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല. കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത്. ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും. ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങളൊന്നുമില്ല. അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നില്ല. സേവനം പൂർണ്ണമായും സൗജന്യമാണ്. 197 സർക്കാർ ആശുപത്രികളും 4 കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും 364 സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിലുടനീളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. മരുന്നുകൾ, അനുബന്ധ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടറുടെ ഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. 25 സ്പെഷ്യാലിറ്റികളിലായി 1,667 പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത 89 പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ്. കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കളല്ലാത്തതും 3 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് 2 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമും നിലവിലുണ്ടെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ലഭ്യമാകും. കാസ്പ് ചികിത്സ ലഭിക്കുന്ന എല്ലാ ആശുപത്രിയിലും KBF ആനുകൂല്യവും ഉണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഈ ആഴ്ചയോടെ ഉണ്ടാകുന്നതാണ്. 1,600 രൂപയുടെ വിതരണമാണ് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ പ്രമാണിച്ച് നവംബർ മാസത്തിൽ കുടിശ്ശിക പെൻഷനിൽ 1 ഗഡുവും തനത് മാസത്തെ പെൻഷനും ചേർത്ത് 3,200 രൂപയുടെ വിതരണം ഉണ്ടാകും. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയി ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.